Hello, this is part 11 of Making Lived Experiences Matter. കഴിഞ്ഞ തവണ നമ്മൾ സെൻസ് ഓഫ് ഏർജൻസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് ആൻഡ് നമ്മളതിൽ ഒരു അക്രോണിം പറഞ്ഞായിരുന്നു അവോയ്ഡ് A.V.O.I.D, which is acceptance and allow the emotion, validate, open up conversation, show interest and finally ഒരു ഡിസ്കഷനും ഡിസിഷനിലേക്ക് എത്താം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏർജൻറ്റായിട്ട് ധൃതി പിടിച്ച് നമ്മൾ ആ എയിന്ന് ഡിയിലേക്ക് പോകുമ്പോഴാണ് ആ ഡിസ്കംഫർട്ട് കൂടിക്കൂടി വരുന്നത്, അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ കൂടാനുള്ള സാധ്യതകൾ നമ്മുടെ ഉള്ളിലും നമ്മളും മറ്റൊരാളും തമ്മിലൊരു ഡിസ്കണക്ഷൻ കൂടാനുള്ള സാധ്യത ഇസ് വെൻ വി ഗെറ്റ് ഇൻ ടു എ സെൻസ് ഓഫ് ഏർജൻസി എന്നാണ് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞത്. സോ കഴിഞ്ഞ സെഷനിൽ ഈ A.V.O.I.D എന്നുള്ള കോണ്ടെക്സ്റ്റ് വാസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെത്ത്, ഗ്രീവിങ് ആൻഡ് ഹീലിംഗ്. അതെങ്ങനെ ധൃതി പിടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, ഈ അക്നോളജ് വാലിഡേഷൻ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നു ലാസ്റ്റ് ടൈം. നൗ ദ സെയിം അവോയ്ഡ് എന്നുള്ള ഒരു അക്രോണിം ഞാൻ ഇന്ന് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദിസ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി കോണ്ടെക്സ്റ്റ്. അതിപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നതിലാവാം, ടീച്ചർ സ്റ്റുഡൻറ്റിലാവാം, പേരൻറ്റ് ചൈൽഡിലാവാം. ടുഡേ ഈ അവോയ്ഡ് എന്നുള്ളതും ഈ സെൻസ് ഓഫ് ഏർജൻസിയും കൂടെ ഇന്നത്തെ കോൺസെപ്റ്റ്സ് ആർ ദ സെയിം. ദ കോൺസെപ്റ്റ് ഇസ് അഗൈൻ സെൻസ് ഓഫ് ഏർജൻസി. അത് ഈ ഡിസ്കണക്ഷനും ഡിസ്കംഫർട്ടും ഒക്കെ കൂടുന്ന ഒരു കാരണമാകുന്നു. അതിനെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് അത് തന്നെയാണ്, പക്ഷെ കോണ്ടെക്സ്റ്റാണ് ഞാൻ മാറ്റി പറയണത് ഫ്രം ലാസ്റ്റ് വീഡിയോ ടു ദിസ് വീഡിയോ. ടുഡേയ്സ് കോണ്ടെക്സ്റ്റ് ക്യാൻ ബി അബൌട്ട് ബിറ്റ്വീൻ ടു പാർട്ട്നേഴ്സ്. അത് ഒരു ഇൻറ്റിമേറ്റ് പാർട്ട്ണർഷിപ്പിൽ, അത് നോട്ട് സ്പെസിഫിക് ടു എനി ജെൻഡർ, പക്ഷെ പൊതുവെ മെയിലും ഫീമെയിലും ആണ് എങ്കിൽ അതിൽ കുറേ കൾച്ചറൽ കോണ്ടെക്സ്റ്റും കൂടെ ആഡ് ആവും, വിച്ച് ഇസ് പേട്രിയാർക്കി, ദ വേ ജനറലി വിമൻ ആർ പെർസീവ്ഡ്, ദ വേ ജനറലി വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത് രണ്ട് കൂട്ടർക്കും പൊതുവെ കൾച്ചറലി വ്യത്യാസം തന്നെയാണ്. സോ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ സ്പെസിഫിക്കലി അബൌട്ട് ഈ സെൻസ് ഓഫ് ഏർജൻസി അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ്സ് ഇൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് വരുമ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്കണക്ഷൻ, ഈ ഡിസഗ്രിമെൻറ്റ്സ് വലുതായി രണ്ടുപേരും തമ്മിലുള്ള ഡിസ്കണക്ഷനിലേക്ക് എത്തുന്നത് എങ്ങനെ അവോയ്ഡ് A.V.O.I.D ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ വരുമ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഇമോഷണലി അൺഅവൈലബിൾ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ടോക്സിക് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അബ്യൂസീവ് അല്ലെങ്കിൽ ഓരോ ലേബിൾസ് ഒരു വ്യക്തിയിലേക്കാണ് നമ്മൾ ചാർത്തുന്നത്. അത് ദിസ് ഇസ് എ ടോക്സിക് പേഴ്സൺ അല്ലെങ്കിൽ ഇതൊരു ഇമോഷണലി അൺഅവൈലബിൾ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെയാണ് നമ്മൾ ലേബലിംഗ് ചെയ്യണത്. റിമെമ്പർ, ഓർ ഇറ്റ് ക്യാൻ ബി എ ഡയഗ്നോസിസ് ഓൾസോ. ബട്ട് ഇവിടെ നമ്മൾ ഡയഗ്നോസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അല്ലല്ലോ നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുന്നത്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ഇമോഷണലി അൺഅവൈലബിലിറ്റി എന്ന് വെച്ചാൽ എന്താ, ടോക്സിക് ആവുന്നത് എപ്പോഴാണ്, അബ്യൂസീവ് ആവുന്നത് എപ്പോഴാണ്. ടോക്സിസിറ്റി വരുന്നത് ഒരു റിലേഷൻഷിപ്പിലാണ്, അല്ലാതെ ഒരു വ്യക്തി എൻറ്റയർലി ഇസ് നോട്ട് ടോക്സിക് ഓർ അബ്യൂസീവ്. അപ്പോൾ അതിൽ ഓരോരോ ഇൻറ്ററാക്ഷൻസിലും ആ ഒരു ഇൻറ്ററാക്ഷനിൽ ഒരു ബാലൻസ് അവിടെ ഇല്ലെങ്കിൽ, രണ്ട് വ്യക്തികൾക്കും അവർ പറയുന്നത് പുറത്ത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ, എപ്പോഴും ഒരാൾ മാത്രമാണ് അവിടെ എന്താ പറയുക അലൗ സ്പീക്കിംഗ് അബൌട്ട് ദെയർ ഇമോഷൻസ് ആൻഡ് ദെയർ തോട്ട്സ് ആൻഡ് മറ്റേ ആൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല, പറയാൻ പോലും ഒരു സേഫ് നോൺ ജഡ്ജ്മെൻ്റൽ സ്പേസ് ഇല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസ് വരും. നമ്മുടെ ഒരാളുടെ ഒത്തൻറ്റിക് സെൽഫ് അവിടെ ക്രഷ് ചെയ്യപ്പെടും മറ്റേ ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലാതെ പോവും, അല്ലെങ്കിൽ അപ്പോൾ ഒരു ഡിസ്കണക്ഷൻ വരും. ഇത് വേണമെന്ന് വെച്ച് ഒരാൾ മറ്റേ ആളിനോട് ചെയ്യണതാവണം എന്നില്ല. ബിക്കോസ് ഒരുപാട് കപ്പിൾസിനെ കാണുമ്പം എസ്പെഷ്യലി ലൈക്ക് ഐ സെഡ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു മെയിൽ പെർസ്പെക്റ്റീവ് കിട്ടാറേ ഇല്ല. ദേ റെയർലി കം ടു സെഷൻസ്. സീക്കിംഗ് ഹെൽപ്പ് വളരെ വളരെ ലിമിറ്റഡ് ആയിരുന്നു ബിഫോർ പാൻഡമിക്, പക്ഷേ അറ്റ്ലീസ്റ്റ് മൈ എക്സ്പീരിയൻസ്. പക്ഷെ പോസ്റ്റ് പാൻഡമിക് പ്രോബബ്ലി ഓൺലൈനും കൂടെ ആയതുകൊണ്ടായിരിക്കാം ദർ ആർ ലോട്ട് ഓഫ് മെൻ ഹു ആർ റീച്ചിങ് ഔട്ട് ടു ഹെൽപ്പ്.
അപ്പോഴാണ് കുറേ അവിടെ എന്തായി സംഭവിക്കുന്നതെന്നുള്ളത് കേൾക്കാനും എക്സ്പീരിയൻസസിനെ കുറിച്ച് മനസ്സിലാക്കാനും കുറേ പഠിച്ചപ്പോഴാണ് lot of my perspectives also change specifically about diagnosis. So ഈ അവോയ്ഡിങ് ദി urgencies ഈസ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് വെച്ചാൽ ഒരു കോണ്ടെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സേ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ എടുക്കാം. Say for example there is this wife, I'm specifically talking male and female in this context. So wife husband ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം വൈഫും ജോലി കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. എന്നിട്ട് വന്നു കഴിയുമ്പം ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ ചിൽഡ്രൻ, ഹോം വർക്കും ഒക്കെ ചെയ്യുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഷീ ഈസ് ടയേർഡ്, ഹീ ഈസ് ടയേർഡ്. രണ്ടുപേരും കിടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനിൽ വരുമ്പം സപ്പോസ് ദ വൈഫ് ഇസ് ടെല്ലിങ് ദ ഹസ്ബൻഡ് ദാറ്റ് ഞാൻ ശരിക്കും ക്ഷീണിച്ചു, ഈ പിള്ളേരെ കൊണ്ട് രക്ഷയില്ല. ആൻഡ് ഷീ ഈസ് വെൻറ്റിങ് ഓർ റിലീസിങ് ഹർ ഏത് ഇമോഷൻ, ഫ്രസ്ട്രേഷൻ അബൌട്ട് certain normal regular difficulties that she is facing in parenting. അതായത് ഇവൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു, അപ്പോൾ ഞാനങ്ങ് ക്ഷീണിച്ചു പോയി, ഇത് എന്താ ഇതിങ്ങനെ. സോ ബേസിക്കലി അവിടെ ഒരു ഇമോഷണൽ വെൻറ്റിങ് നടക്കുകയാണ്. അതായത് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് എ ഫ്രസ്ട്രേഷൻ. നൗ സപ്പോസ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ കേൾക്കുന്ന ആൾ, ദ ഹസ്ബൻഡ് ഡസ് നോട്ട് നോ, അവർക്ക് ആ സ്കില്ലില്ല. ഈ വികാരങ്ങളെല്ലാം വരുമ്പം ഈ വികാരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, വാട്ട് ആം ഐ എക്സ്പെക്റ്റഡ് ടു ഡു എന്നുള്ള നോളജും സ്കില്ലും നേരത്തെ ശീലിച്ചിട്ടില്ല എങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദ ഹസ്ബൻഡ് കെൻ സേ, അതെന്തിനാ നീ അങ്ങനെ ചെയ്തത്, അതിപ്പോൾ ഇത്ര വലിയ കാര്യമാണോ, ഇതെല്ലാവരും മക്കളെ വളർത്തുന്നതല്ലേ, എൻ്റെ അമ്മ 4 മക്കളെ വളർത്തിയിട്ടുണ്ടല്ലോ, അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്. ആൻഡ് ഇഫ് ദ ഹസ്ബൻഡ് ഗോസ് ഓൺ ഇൻവാലിഡേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഷീ സേസ്, അതായത് ഓരോന്ന് പറയുമ്പോഴും അതങ്ങനെ ചിന്തിക്കേണ്ട, അത് പോട്ടെ, അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ പതുക്കെ എസ്കലേഷൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും, ഈ വൈഫ് വിചാരിക്കണ ചേട്ടാ ഞാൻ പറയുന്ന ഇയാൾക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ വിഷമം ഇങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നതിന് എല്ലാം പൊട്ടത്തരമാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് പൊട്ടത്തരമാണെന്നല്ല, ഞാനൊരു യൂസ്ലെസ് ആണെന്നും എനിക്ക് കുട്ടികളെ വളർത്താൻ അറിഞ്ഞൂടാന്നുള്ള രീതിയിലാണ്. സോ വാട്ട് ഹാപ്പൻസ്, അവിടെ പതുക്കെ എസ്കലേറ്റ്. ഐ ഡോണ്ട് നോ, ഈ തുടങ്ങുന്നത് എവിടെയാണ്, ഐ എം ഫീലിംഗ് വെരി, അവിടെ ഓൾറെഡി ഐ ഡോണ്ട് നോയുടെ പീക്കിലെത്തി, വിച്ച് വാസ് ഗോട്ട് നത്തിങ് ടു ഡു, ഈ ഭർത്താവിനെ കുറിച്ചൊന്നും അല്ലായിരുന്നു, അത് മക്കളെക്കുറിച്ചുള്ള എന്തോ ഒരു സങ്കടമായിരുന്നിരിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പം ഈ ഭർത്താവിൻ്റെ ഈ ഒരു റിയാക്ഷൻ കണ്ടു കഴിയുമ്പം വൈഫ് എന്താ വിചാരിക്കണേ, ഷടാ ഐ ഡോണ്ട് നോ വൈ ഹീ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ പറയുന്നത് എന്താണ് ഐ ഡോണ്ട് നോ വെച്ചിട്ട് തുടങ്ങി. ഐ കാൺ ടേക്ക് ഇറ്റ് എൻ മോർ, ഇങ്ങോട്ടോട്ട് എനിക്ക് പറയാൻ തന്നെ മനസ്സിലായി, വാട്ട് ഇസ് ദിസ്, എനിക്ക് വീണ്ടും ഡിസ്റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നു, ഐ വോണ്ട് ടേക്ക് ഇറ്റ് എനി മോർ എന്ന് പറഞ്ഞ് പതുക്കെ അത് ദേഷ്യമാവാം, അല്ലെങ്കിൽ നടുക്ക് വെച്ചിട്ട് ആ കരച്ചിലേക്കും ആവാം, വേർ ഹർ ഇമോഷൻസ് whatever it was got nothing, അങ്ങേരെ പറ്റിയേ അല്ല, വേറൊരു വിഷയം, ചിലപ്പോൾ ഓഫീസിൻ്റെ വിഷയമായിരിക്കാം പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുമ്പം അവിടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, എൻ്റെ വികാരങ്ങൾക്ക് ഒരു വാലിഡേഷൻ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ആർ ഫീലിംഗ്, ശരിയാ അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിനക്കത് ശരിക്കും വിഷമം ഉണ്ടാക്കി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ അത് അലൗ ചെയ്തില്ല, അല്ലെങ്കിൽ അവിടെ അത് അക്സെപ്റ്റ് ചെയ്തതിന് മുമ്പ് ധൃതി പിടിച്ചിട്ട് most often what I have seen is the men run to a solution finding exercise thinking that ഇതിപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാ പറയണേ, അപ്പോൾ പിന്നെ എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ. why again bring the culture into the picture. 2 things very strongly with patriarchy, അല്ലെങ്കിൽ ഈ for men generally ഒരു കാഴ്ചപ്പാടുണ്ട്, they have to be the problem solvers, പ്രൊട്ടക്റ്റേഴ്സ്, പ്രൊവൈഡേഴ്സ് എന്നൊക്കെ വരുമ്പം അവർ വിചാരിച്ച അവരുടെ തോട്ട് പ്രോസസ്സ് എന്താ വിചാരിക്കുന്നത്, ഇതൊരു പ്രോബ്ലം എൻ്റെ അടുത്ത് ഇവിടെ പറയുന്നു, ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ ഇതൊരു പ്രോബ്ലമേ അല്ലല്ലോ, നോ ദിസ് ഇസ് നോട്ട് എ പ്രോബ്ലം, നോ ഇത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഉടനെ അവിടെ ഫ്രം ഒരു അക്സെപ്റ്റൻസ് ഓഫ് വാലിഡേഷൻ ഓഫ് വികാരങ്ങളെക്കുറിച്ച് ഒന്നും
അവിടെ ഇരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവരുടെ വികാരങ്ങളെയും അവരങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ മെൻ ഡു എക്സാക്ട്ലി ദിസ് വിത്ത് ദെയർ ഓൺ ഇമോഷൻസ്. വൈ? കുട്ടിക്കാലത്തെ ഒരു ആൺകുട്ടിയാണ് സങ്കടം എന്ന് പറഞ്ഞ് കരയുകയാണ്. ഒരു കുഞ്ഞ് 2 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ശരി, നമ്മൾ ഓക്കെ മേ ബി വാലിഡേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ പ്രായത്തിലേ നമ്മൾ പറയും, അയ്യേ കരയുന്നു, പെൺപിള്ളേരെ പോലെ കരയുന്നു, നീ ആണല്ലേ. പക്ഷെ കുറച്ചും കൂടെ വലുതായിട്ടൊരു 13-year-old 14-year-old അല്ലെങ്കിൽ 18-year-old ബോയ് ഓർ മാൻ ഇസ് ക്രൈങ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ വിചാരിക്കും എന്തൊരു സെൻസിറ്റീവാണ്, വാട്ട് ഇസ് ദിസ്, അയ്യേ ഇതെന്താ ഇങ്ങനെ, ഇറ്റ് ക്യാൻ ഫീൽ വെരി ഓക്വേർഡ്. അപ്പോൾ അത് നമ്മളുടെ വീട്ടിൽ നിന്നും ഓക്കെ ആണെങ്കിലും പൊതുവേ സമൂഹത്തിൽ വി ആർ വെരി വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഫീൽ ഓക്കെ ഫോർ മെൻ ടു ക്രൈ എന്നുള്ളത് കൾച്ചറലി 1-2 വർഷം കൊണ്ടല്ല ഈ കണ്ടീഷനിങ് ഉണ്ടായിരിക്കുന്നത്. പല ജനറേഷൻസ് ഓഫ് കണ്ടീഷനിങ്ങിൽ many boys and men still are not comfortable sitting with these emotions of anxiety and sadness. പക്ഷേ ആങ്കർ വരുമ്പോൾ നമ്മളത് ആണുങ്ങൾക്ക് ഉടനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അത് ദേഷ്യക്കാരനാണ്, അത് വലിയ ക്രെഡിറ്റ് ആയിട്ടും ചിലപ്പോൾ പറയാനുണ്ട്, ഓ ഈസ് വെരി ആംഗ്രി എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ ഈ ആങ്കർ എന്നുള്ളൊരു വികാരം മാത്രം ആണുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുക. പെൺകുട്ടികൾക്ക് സങ്കടവും പേടിയും എല്ലാം അതൊരു ജെൻഡർ സ്പെസിഫിക് ആക്കുകയാണ് ഈ വികാരത്തെ എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ 2 പേരൊരു ദാമ്പത്യത്തിൽ വന്ന് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ വന്ന് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഷെയറിങ് വരുമ്പം ഉണ്ടാവുന്നതാണ് മോസ്റ്റ് ഓഫൺ ലീഡ്സ് ടു ആൻ എസ്കലേഷൻ ആൻഡ് കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ ഇൻ ദാറ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. 2 പേരും നല്ല കൂട്ടരായിരിക്കാം, പക്ഷെ 2 പേരും കുട്ടിക്കാലം തൊട്ടേ 2 പേരുടെയും കണ്ടീഷനിങ്ങും അവരുടെ വികാരങ്ങളെ ഡീൽ ചെയ്യുന്ന രീതി 2 പേരും 2ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഹൗ ക്യാൻ വി സപ്പോർട്ട് ഈച്ച് അതർ? 2 കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഐ തിങ്ക് മിക്കവാറും ലേഡീസ് ആയിരിക്കാം ഈ ഒരു ഇമോഷണൽ വെൻറ്റിങ്ങിലേക്ക് പോകുന്നത്. സോ ദെൻ ഇറ്റ് ഈസ് ഫോർ ദ മെൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് സൊല്യൂഷൻസ്. അതിനൊരു സൊല്യൂഷൻ അല്ല മോസ്റ്റ് ഓഫൺ ദ വിമൻ ആർ സീക്കിങ്. ബിക്കോസ് ഒരുപാട് സ്ത്രീകൾക്ക് ഈ മാരിറ്റൽ ഇതിൽ വരുമ്പോൾ അവർക്ക് സൊല്യൂഷൻസ് അറിയാം. ദേ വെരി വെരി കേപ്പബിൾ, വളരെ ഇൻ്റലിജൻറ്റും വളരെ റീസൺ ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾ തന്നെയായിരുന്നു. സൊല്യൂഷനും അവർ തന്നെ കണ്ടെത്തും. പക്ഷേ അവരൊരു പാർട്ട്ണറിൽ നിന്നും സീക്ക് ചെയ്യുന്നത് എന്താ? എൻ്റെ വിഷമവും എൻ്റെ ആ ഇമോഷണൽ എനർജി എനിക്കൊരു സേഫായിട്ട് നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ലവിങ് ആയിട്ടുള്ളൊരു ആളോട് എനിക്കൊന്ന് ഷെയർ ചെയ്യണം. ദാറ്റ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു കഴിയുമ്പോൾ അതായത് ആ റിലീസ്, റിമെമ്പർ ഈ ഇമോഷണൽ എനർജി അവിടെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ആളെ പറ്റിയിട്ടുമല്ല, ആ ആളിനെ താഴ്ത്തിക്കെട്ടാനും അല്ല, അവിടെ ഒരു ബ്ലെയിമും ഷെയിമും ഇല്ല, വേറെ ആരെങ്കിലും പറ്റിയിട്ടായിരിക്കാം, ചിലപ്പം മക്കളെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കാം. അങ്ങനെ വരുമ്പം ഗോ ത്രൂ ദി അവോയ്ഡ്. എ ഈസ് അക്സെപ്റ്റ്, allow her to share her emotions and അതിൽ ഡിസഗ്രിമെൻറ്റ് ചെയ്യാൻ നമുക്ക് അവിടെ സ്കോപ്പില്ല. ബിക്കോസ് അങ്ങനെ അവർ പറയുകയാണ് എനിക്കിത് ഐ ആം എക്സോസ്റ്റഡ് വിത്ത് പേരൻറ്റിങ് അല്ലെങ്കിൽ ഐ ആം എക്സോസ്റ്റഡ് വിത്ത് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ യെസ് ഷീ ഈസ് എക്സോസ്റ്റഡ്. അവിടെ ശരിയും തെറ്റില്ല, അങ്ങനെ എക്സോസ്റ്റഡ് ആവാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല, അങ്ങനെ ദാറ്റ്സ് നോട്ട് എൻ ഓപ്ഷനിൽ എക്സോസ്റ്റഡ് ആണെന്ന് പറയുവാണെങ്കിൽ യെസ് എക്സോസ്റ്റഡ് ആണ്. സോ അവിടെ allow her to say whatever she wants to say. എന്നിട്ട് പതുക്കെ വാലിഡേറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടായിരിക്കും ഈ എക്സോഷൻ, അതും ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഒരു കോൺവെർസേഷനിൽ നമുക്ക് സ്ലോ ആയിട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഓക്കെ വാട്ട് ഹാപ്പൻ, ടെൽ മീ മോർ. അവിടെ നമ്മുടെ ഒരു ആങ്സൈറ്റി ആക്കിയിട്ട് മാറ്റണ്ട. അയ്യോ ദൈവമേ ഇപ്പം ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണോ, ഞാനാണോ ഇതിൻ്റെ കാരണക്കാരൻ, എന്നെ കുറ്റം പറയുവാണോ എന്ന് പറഞ്ഞിട്ട് if the men make it about themselves, which has happened in several such situations where അച്ഛൻ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അമ്മ കുറേ മക്കൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വിചാരം ഇതിനിപ്പോൾ ഉടനെ ഒരു സൊല്യൂഷൻ കണ്ടെടുക്കുന്ന മക്കളെ ഒന്നും പിന്നെ അവരെ പിടിച്ച് കുറേ വഴക്കും അടിയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നേരത്തെ നടന്ന ഒരു കാര്യമായിരിക്കാം ഷെയർ ചെയ്തത്. സോ ഇമ്മീഡിയറ്റ്ലി ആ ഹോൾ ഫാമിലിയിലൊരു ഡിസ്കണക്ഷൻ നടക്കുകയാണ്. ബിക്കോസ് it probably only started with the woman in the family just wanting to release her emotional energy in a safe non-judgmental space, loving space. അത് ആരാണ്? ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുടെ
നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ യുവർ ഹസ്ബൻഡ്. സോ അവിടെ പറയുമ്പം അക്സെപ്റ്റ്, അലവ് ഹർ ടു വെൻറ്റ്, പറഞ്ഞോട്ടെ. പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് സൊല്യൂഷൻ ധൃതി പിടിച്ചിട്ട് ഒരു തീരുമാനം, ഒരു ഡിസിഷനിലേക്ക് നമ്മൾ ഓടിച്ചാടി പോകുമ്പം, സെൻസ് ഓഫ് ഏർജൻസിയിൽ പോകുമ്പം എന്ത് പറ്റും? അവർക്ക് പറയാനുള്ളത് മുഴുവൻ അവിടെ പറയാൻ പറ്റാതെ അവരൊന്നെങ്കിൽ അത് അടക്കി പിടിക്കും. എസ്പെഷ്യലി ആങ്കർ വരുന്ന മെന്നാണെങ്കിൽ അവർക്ക് അവിടെ ഐ ഡോണ്ട് നോ വാട്ട് ഐ എം സപ്പോസ് ടു ഡു, എനിക്കറിയില്ല ഇവൾ ഈ പറയുന്നതെല്ലാം വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അവിടുത്തെ ആങ്സൈറ്റി ആവും, അവിടെ ഒരു ആകെപ്പാട് ഒരു ഫ്രസ്ട്രേഷൻസ് ലെവലിലേക്ക് പോകും. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ഇറ്റ് എനിമോർ എന്ന് പറഞ്ഞാൽ അവരവിടെ ഒരു ഫൈറ്റ് കോപ്പിംഗ്, അല്ലാണ്ട് നിർത്ത് എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഫൈറ്റ് ആവുകയാണ്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് കോപ്പിംഗ് വിച്ച് ഇസ് ഓക്കെ ശരി മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയി ചായ ഇടുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ട് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് വേറെ എന്തെങ്കിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ വേഗം ഫോൺ എടുത്ത് നോക്കിയിരുന്ന് ഫോണും നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ടി വിയും വെച്ച് ടി വിയും നോക്കിയിരിക്കുകയാണ്. വേർ ഈ ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സീക്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഈ ഫൈറ്റോ ഫ്ലൈറ്റോ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒന്നെങ്കിൽ അവർ ഫൈറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ അവർ ഉള്ളിലേക്ക് പോകും, ഫ്ലൈറ്റ് അവർ അടക്കി പിടിക്കും. എന്നിട്ട് അത് അവരുടെ ബോഡിയിൽ തന്നെ ഡിസ്കണക്ഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ അത് പോയി ഒരു പൊട്ടിത്തെറിയായിട്ട് മാറാം, വിച്ച് ബിക്കംസ് ആൻ ആങ്കർ റെസ്പോൺസ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ദർ ആർ മെനി മെൻ ഹൂ സേസ് അയ്യോ എനിക്ക് ഇവളുമായിട്ട് കോൺവെർസേഷൻ ഒന്നും പറ്റില്ല മാഡം, ബിക്കോസ് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അങ്ങനെ ഒരു ആങ്കർ ഏതെങ്കിലും കൂട്ടർക്ക് കാണുന്നുണ്ടെങ്കിൽ, വെദർ ഇറ്റ്സ് ഇൻ എ മാൻ ഓർ ഇൻ എ വുമൺ, വി നോ ദറ്റ് ഇറ്റ് കെയിം വിത്ത് ആങ്സൈറ്റി. അപ്പോൾ ആങ്കർ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവർക്ക് അത്രയും അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആങ്കറും റിലീസാവണം, അതിൻ്റെ താഴെയുള്ള സങ്കടവും റിലീസാവണം, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആങ്സൈറ്റീസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര നമ്മൾ അലൗ ചെയ്യണം ടു റിലീസ്, എത്ര കോൺവെർസേഷൻസ് വേണ്ടി വരും. സോ അതിന് ഐഡിയലി ഈ ഡിസ്കണക്ഷൻ ബിറ്റ്വീൻ our own body, of course whoever is the angry person അവരുടേതായിട്ടുള്ള ഗ്രൗണ്ടിങ് എക്സസൈസ് നേരത്തെ സെഷനിൽ പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വരാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഐഡിയലി അവിടേക്ക് എത്തണം. പക്ഷേ നമുക്ക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് എന്തിനാ? ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് മോസ്റ്റ് women are not getting married for പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, സെക്യൂരിറ്റി ആവണമെന്നില്ല. ബിക്കോസ് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ ജോലി, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, ലോജിക്കൽ തിങ്കിങ് കൊണ്ട് ദേ ക്യാൻ വെരി വെൽ ടേക്ക് കെയർ ഓഫ് ദെംസെൽസ്. അവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒരുപാട് സ്ത്രീകൾക്കില്ല. അപ്പോൾ പിന്നെ ഈ പാർട്ട്ണർഷിപ്പോ റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ മാരേജിലേക്കോ പോകുന്നത് എന്തുകൊണ്ടാണ്? ഫോർ എൻ ഇമോഷണൽ കണക്ഷൻ ദാറ്റ് ഇസ് ഫ്രം ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് നോട്ട് ദ ഫസ്റ്റ് പാർട്ട്. അതായിരുന്നു പ്രോബബ്ലി പണ്ട് ഒരു സേഫ്റ്റി, ഒരു ആരെങ്കിലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഒരുപാട് മാറിയിട്ട്, ബിക്കോസ് ഓവറോൾ ജനറലി തിങ്സ് ആർ ബിക്കമിങ് സേഫ്. അപ്പോൾ എന്ത് പറ്റും? ഈ കണക്ഷന് വേണ്ടിയിട്ടാണ് കൂടുതലും. പക്ഷേ നമ്മൾ ആൺകുട്ടിയെ വളർത്തുന്ന രീതികൾ മാറിയിട്ടില്ല എങ്കിൽ, ആൺകുട്ടികളുടെ അടുത്ത് ഇപ്പോഴും ആങ്സൈറ്റീനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ധൃതി പിടിച്ച ആങ്സൈറ്റീനെ കുറിച്ച് ചേച്ചി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ യു കനോട്ട് ക്രൈ, അങ്ങനെ പറയുമ്പം ഈ ഇൻറ്റിമേറ്റ് പാർട്ട്ണർഷിപ്സിലേക്ക് വരുമ്പം ഇറ്റ് ഗെറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഡിസഗ്രിമെൻറ്റ്സ് ബിക്കം വെരി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് ഇവിടെ ഒരാൾ കുറേ അടക്കി പിടിച്ച് മാരേജിലേക്ക് വന്ന് കുറേ വെൻറ്റിങ്ങിന് വേണ്ട ഒരാളും മറ്റേ ആൾക്ക് ഈ ഇമോഷൻസ് ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും അതിലിരിക്കാൻ സിഗ്നിഫിക്കൻറ്റ് ഡിസ്കംഫർട്ട് ഇൻ ദ മാൻ ടു സിറ്റ് വിത്ത് ദ ഇമോഷൻസ് ഓഫ് ദ ഇത് വരുമ്പോൾ എന്ത് പറ്റും? രണ്ടുപേരും തമ്മിൽ ഡിസ്കണക്ഷൻ വരും. ഒരാൾക്ക് ഇങ്ങനെ ദേഷ്യമുള്ള ഒരാളും ആവാം, ഫൈറ്റ് കോപ്പിംഗ് ആവാം, മറ്റേ ആളാണെങ്കിൽ ഈ ഫൈറ്റ് കാണുമ്പോൾ ഉടനെ ഫ്ലൈറ്റ് ഓടി രക്ഷപ്പെടുക. അപ്പോൾ എന്ത് പറ്റും? തിരിച്ചൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിലേക്ക് ഒരു ഇവൻറ്റും ഒരു ആർഗ്യുമെൻറ്റോ ഒരു ഡിഫറൻസസ് ഒപ്പീനിയനോ ഒന്നും ഫുള്ളായിട്ട് സമാധാനമായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റാത്തൊരു തലത്തിലേക്ക് പോകും. സോ റിമെമ്പർ ദിസ് അവോയ്ഡ് ഇൻ every intimate relationship, and this is not just with men and women, even with partners in the same sex.
ഇറ്റ് ഈസ് ദ സെയിം. ബിക്കോസ് അവിടെ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് പറയാനുണ്ടെങ്കിൽ അത് അഭിപ്രായ വ്യത്യാസമാവാം, അത് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി, അങ്ങനെയാണെങ്കിലും സ്ലോ ഡൗൺ. ആ സെൻസ് ഓഫ് ഏർജൻസി ആണ് ഫസ്റ്റ്. ഈ ഏർജൻസി വരുന്നത് എവിടെയാണ്? നമ്മുടെ ബോഡി ട്രിഗർ ആവുകയാണ്. നമ്മുടെ ബോഡി അവരുടെ വികാരത്തെ പറ്റി പറയുന്നത്, നമ്മുടെ ബോഡി അതിനെ തന്നെ ഒരു ത്രെട്ടായിട്ട് കണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ചെസ്റ്റ് കണ്ട് എന്തോ നമ്മളെ അറ്റാക്ക് ചെയ്ത മാതിരി അവരുടെ വാക്കുകൾ നമ്മളുടെ ഫിസിയോളജീനെ തന്നെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് വിച്ച് വി നീഡ് ടു. അവിടെയാണ് ഡിസ്കണക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ ഡിസ്കണക്ഷൻ അഡ്രസ്സ് ചെയ്യാതെ വേറൊരാളുമായിട്ടൊരു കണക്ഷൻ ക്യാൻ ബിക്കം വെരി വെരി ഡിഫിക്കൾട്ട്. ഇത് രണ്ടും. അപ്പോൾ ഈ ഡിസ്കണക്ഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയണം ഇതാണ് സംഭവിക്കുക. അറിവ് വേണം, നോളജ് വേണം, അതിനുള്ള സ്കിൽ സെറ്റ്സ് വേണം, ലൈക്ക് ഗ്രൗണ്ടിങ് എക്സസൈസസ് ആൻഡ് മെനി അതർ എക്സസൈസസ്. ദ തേർഡ് വൺ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, സപ്പോർട്ട് സിസ്റ്റം വേണം. അപ്പം ഈ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ റിലേഷൻഷിപ്പ്, ഓഫ് കോഴ്സ് യുവർ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ ഇസ് ദ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ അവർക്കും ഇതിനുള്ള അറിവും വേണം, അവർക്കും ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കഴിവും വേണം. സോ ഇത് രണ്ടും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ കഷ്ടപ്പെട്ട് കോൺവെർസേഷൻസ് പറ്റാതെ നിൽക്കുന്ന റിലേഷൻഷിപ്സിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സീക്ക് ഹെൽപ്പ്. ഇത് വച്ചുകൊണ്ടിരുന്ന് ഇയാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റൻസ്, ദാറ്റ്സ് നോട്ട് ഓക്കെ. അത് ഭയങ്കര ഡിസ്കംഫേർട്ടിംഗ് ആണ്. ഇത് നമുക്ക് രണ്ട് കൂട്ടർക്കും ആ സ്കിൽസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വി ക്യാൻ കം ബാക്ക് ടു കണക്ഷൻ ത്രൂ കോൺവെർസേഷൻ ബൈ അവോയ്ഡിങ് എ സെൻസ് ഓഫ് ഏർജൻസി. നിങ്ങൾ കോൺവെർസേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ധൃതി രണ്ട് കൂട്ടർക്കും എങ്ങനെ മാറ്റണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ a lot of relationships can be better. So ഈ വീഡിയോ is specifically in partnership. Next session we can do the same avoid when it comes to academic teaching and learning. ഒരു കുട്ടീനെ ഒരു വിഷയം പഠിപ്പിക്കുമ്പം ഈ ധൃതി വന്നാൽ എന്ത് പറ്റും എന്നുള്ളത് we can talk about that. So thank you so much. And കുറച്ച് നാളായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നൊന്നും പറയാൻ പറ്റിയില്ല. സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.